രണ്ടാമത്തത് വാഹനമാണ്. വാഹനത്തെ ഉപയോഗപ്പെടുത്തിയാണ് പോയിട്ടുള്ളത്. ആത്മീയ യാത്രക്കാണെങ്കിൽ ഉമ്മുഹാനിന്റെ വീട്ടിൽ കിടക്കായിരുന്നു, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കഅബാലയത്തിന്റെ മുറ്റത്ത് കിടക്കായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ കിടന്ന് സ്വപ്നം കണ്ടതാണ്. എന്നാൽ വാദമെങ്കിൽ സ്വപ്നത്തിലെ യാത്രക്ക് ബുറാക്കിന്റെ ആവശ്യം ഇല്ല. ബുറാക്കിന്റെ ആവശ്യമില്ല. ഇത് വാഹനമാണ്. വാഹനം അനിവാര്യമായതുകൊണ്ട് ശരീരത്തെ വഹിക്കാൻ വാഹനത്തെ കൊടുത്തയച്ചതാണ്. ശ്രദ്ധിക്കണം. പോയതോ രാത്രിയിലാണ്. രാത്രിയിൽ എന്താ പോകാനും? ആത്മീയ യാത്രക്ക് സ്വപ്നത്തിന് പകലും രാത്രിയും വ്യത്യാസമില്ല. ഇവിടെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താ? മസാഫത്ത് ചുരുങ്ങി കിട്ടാൻ വേണ്ടിയാണ്. സാഫിറു ബില്ലൈലി ഫഇന്നൽ മസാഫത തുത്വാ. സാഫിറു ബില്ലൈൽ, നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്യണമെന്ന് പുണ്യ റസൂൽ. ഫഇന്നൽ മസാഫത തുത്വാ ബില്ലൈലി, രാത്രിയിൽ വഴി ദൂരത്തെ ചുരുക്കി കൊടുക്കും എന്ന് പുണ്യ റസൂൽ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ. എന്തിനാ രാത്രിയിൽ യാത്ര ചെയ്യാൻ പറഞ്ഞത്? രാത്രിയിൽ യാത്ര ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് രാത്രിയിലെ യാത്രയിൽ ദൂരം കുറയും. ദൂരം കുറക്കുന്നത് എന്തിനാണ്? ശാരീരിക യാത്രയുടെ അനിവാര്യത. ആത്മീയ യാത്രയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് കൊണ്ട് ആകാശത്തിന്റെ മുകളിലേക്ക് പറക്കാൻ ആത്മാവിന് കഴിയും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലൈലൻ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ. രാത്രിയിൽ യാത്ര, ശാരീരികമായ യാത്രയുടെ ദൂരം കുറക്കുക എന്നതാണ്. സാഫിറു ബില്ലൈലി, നിങ്ങളൊരു വഴിക്ക് പോകുമ്പോൾ രാത്രി പോകണമെന്ന് പുണ്യ റസൂൽ. ഫഇന്നൽ മസാഫത തുത്വാ, രാത്രിയിലെ യാത്രയെ എപ്പോഴും ദൂരം കുറച്ചു കൊടുക്കപ്പെടുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടും ബോധ്യപ്പെടുന്നു ഇതെന്താണ്? ശാരീരികമാണ്. പിന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, ആത്മാവിന് വേണ്ടി മാത്രം ഖുർആനിൽ എവിടെയും അബ്ദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. അബ്ദിന്, ആത്മാവിന് ചിലപ്പോൾ നഫ്സ് എന്ന് ഉപയോഗിക്കും, ചിലപ്പോൾ റൂഹ് എന്ന് ഉപയോഗിക്കും. അബ്ദ് എന്ന വാക്ക് ഒരിക്കലും എന്തിനുപയോഗിച്ചിട്ടില്ല? അത് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഒരു മനുഷ്യൻ അബ്ദ് എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, ഇബാദത്ത് മഅ്മൂറായ വസ്തുവാണ് അബ്ദ്. ഇബാദത്ത് മഅ്മൂറായത് ശരീരമാണ്, എന്തല്ല? ആത്മാവല്ല. ആത്മാവ് എന്നത് കാര്യങ്ങളെ നിയന്ത്രിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ട ബാധ്യതയാണ്. കർമ്മം ചെയ്യേണ്ടത് ആരാണ്? ശരീരമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ. അനവധി തെളിവാ, കുറച്ചൊന്നല്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. നമ്മൾ ചിന്തിക്കുക, അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. പുതപ്പ് കൊണ്ട് പുതച്ചു കിടക്കേണ്ട രാത്രികൾ, ശദീദുൽ ബർദായ രാത്രികളിൽ പോലും ജിബ്രീൽ റസൂലുള്ളാഹിന്റെ അരികിൽ വരും. വഖദ് യതഫസ്സദു ജബീനുഹു ബിൽ അറഖി, കുടം കൊണ്ട് ചൊരിച്ചതുപോലെ വിയർപ്പ് ഒഴുകുമെന്ന് ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹാ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ എവിടെയും ആത്മീയമായ യാത്ര എന്നൊരു സംഗതിയെ ഇതിലില്ല. ഇത് ശാരീരികമായ യാത്രയാ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇതിന് അത്ഭുതകരമായ 1-2 കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ചിന്തിക്ക്. ആത്മീയമായ യാത്രക്ക് ഒരാൾ കൊണ്ടുപോകേണ്ടതില്ല. ലൗലാ അന്ന ശയാതീന യഹുമുന അലാ ഖുലൂബി ബനി ആദം ലനളറു ഇലാ മലകൂതിസ് സമാ. ഇവിടുന്ന് പിശാചിനെ മാറ്റാൻ കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് 7 ആകാശത്തിന്റെ മുകളിൽ മലക്കൂത്ത് സമാ കാണാൻ കഴിയും എന്ന് പുണ്യ റസൂൽ. മിഅ്റാജ് അങ്ങനെ നടത്തിയിട്ടുണ്ട് ആര്? സയ്യിദുനാ ഇബ്രാഹിം. ആത്മീയ മിഅ്റാജ്